എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സോളിഡ് ബഡ്ജറ്റ് ഫോണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രൊസസ്സർ ഉണ്ട്, 50 മെഗാ പിക്സലിന്റെ ക്വാഡ് പിക്സൽ ക്യാമറ ഉണ്ട്, അതുപോലെ 5000 mAh ബാറ്ററി വിത്ത് 20 watt ഫാസ്റ്റ് ചാർജിംഗ്. ആൻഡ് ഓൾ ഓഫ് ദിസ് അറ്റ് 10,999. ഇതാണ് മോട്ടോ G45. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇത് വളരെ സോളിഡ് ആയിട്ട് ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. അപ്പോൾ ഇതിന്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക് പോർഷനിൽ വീഗൻ ലെതർ ഫിനിഷ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ബഡ്ജറ്റ് ഫോൺ പോലെ അല്ല, ഇതിലൊരു പ്രീമിയം ലുക്കും നല്ലൊരു ഗ്രിപ്പി ഫീലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 183 grams വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് ഈ ഫോൺ യൂസ് ചെയ്യാൻ. ഇതിന്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഒരു സോളിഡ് ഫീൽ തരുന്നുണ്ട്. അതുപോലെ താഴെ നോക്കിയാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് കാണാം. അതിപ്പോഴത്തെ ഫോണുകളിൽ വളരെ റെയർ ആണ്. പിന്നെ ഇതിൽ അത്യാവശ്യം ലൗഡായിട്ടൊരു സ്റ്റീരിയോ സ്പീക്കർ മോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ IP റേറ്റിംഗ് IP52 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ബോക്സിൽ മോട്ടോ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണിത്. ഇതിന്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത് വിത്ത് HD+ റെസൊല്യൂഷൻ. ഇത് ഫുൾ HD റെസൊല്യൂഷൻ അല്ലെങ്കിലും ജനറൽ യൂസിന് ഇതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. വീഡിയോ കണ്ടന്റ് കാണാനാണെങ്കിലും കാഷ്വൽ സ്ക്രോളിങ്ങിനാണെങ്കിലും ഇത് ധാരാളമാണ്. പിന്നെ അതുപോലെ ഈ ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UI നാവിഗേറ്റ് ചെയ്യാനാണെങ്കിലും സ്ക്രോളിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ കളർ റീപ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് കിട്ടാവുന്ന നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണിത്. അതുപോലെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഔട്ട്ഡോർ വിസിബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുമ്പോൾ ഇവിടെ 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. നിങ്ങളൊരു മീഡിയം യൂസർ ആണെങ്കിൽ ഒരു ഫുൾ ഡേക്കുള്ള ബാറ്ററി ലൈഫ് സുഖമായി കിട്ടും. പിന്നെ ചാർജിംഗ് സ്പീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 20 watt ഒരു ചാർജറാണ് വരുന്നത്. ആൻഡ് അത് ബോക്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതേപോലെ ഈ ഫോണിൽ ഫുൾ HD+ ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ഫുൾ HD+ ഡിസ്പ്ലേ. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രൊസസ്സറാണ് വരുന്നത്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടൊരു പ്രൊസസ്സർ തന്നെയാണിത്. ഓൾമോസ്റ്റ് എല്ലാ ആപ്സും ഇതിൽ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ കാഷ്വൽ ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ സ്മൂത്തായി കളിക്കാം. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ പൊതുവെ ക്യാമറാസ് ഒട്ടും യൂസബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ 50 മെഗാ പിക്സലിലെ ക്വാഡ് പിക്സൽ ടെക്നോളജിയാണ് വരുന്നത് വിത്ത് 2 മെഗാ പിക്സൽ ഡെപ്ത് ക്യാമറ. അതുപോലെ ഫ്രണ്ടിൽ 60 മെഗാ പിക്സലിലെ ഒരു ക്യാമറയാണ് വരുന്നത്. ഇതിൽ തരക്കേടില്ലാത്ത സെൽഫീസ് എടുക്കാം. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ക്യാമറയിലും 1080p 30ൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ മോട്ടോ G45 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ആകാശ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് റൂട്ടഡ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട്.